4 പേരെയും പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത് വിവിധ ഹോട്ടലുകളിൽ നടത്തിയ റെയ്ഡിലാണെന്ന് മനസ്സിലാകുന്നു. പഹാഡ്ഗഞ്ച്, ദരിയാഗഞ്ച് എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിലാണ് പരിശോധന നടന്നതെന്നാണ് ബൽറാം റിപ്പോർട്ട് ചെയ്യുന്നത്. ബൽറാം തത്സമയം ചേരുകയാണ്. ബൽറാം, ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? ഡൽഹി ചെങ്കോട്ടയിൽ ഈ സ്ഫോടനമുണ്ടായ ഉടൻ തന്നെ വിവിധ ദിശകളിൽ ഡൽഹി പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഈ ഭീകരവാദികൾ ഡൽഹിക്ക് പുറമേ നിന്ന് എത്തിയവരാണ് എന്ന ചില സൂചനകൾ തന്നെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് പോലീസ് വിവിധ ഹോട്ടലുകളിൽ, പ്രത്യേകിച്ച് ആൾത്തിരക്ക് കൂടുതലുള്ള ഇടങ്ങളിൽ, ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളാണ് ഡൽഹിയിൽ ഈ പഹഡ്ഗഞ്ച്, ദരിയാഗഞ്ച് എന്നിവിടങ്ങൾ. ഇവിടെ നൂറുകണക്കിന് ഹോട്ടലുകൾ ഉള്ള പ്രദേശമാണ്. ആ ഹോട്ടലുകളിൽ ഇന്നലെ അരിച്ചുപെറുക്കിയുള്ള പരിശോധന ഡൽഹി പോലീസ് നടത്തിയിരുന്നു. രജിസ്റ്ററുകൾ പരിശോധിച്ച് സംശയാസ്പദമായി കണ്ടെത്തിയ 4 പേരാണ് നിലവിൽ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ 4 പേരെയും പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരിൽ ചിലർക്ക് ഈ കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവവുമായും ബന്ധമുണ്ട് എന്ന ചില സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇത് സ്ഥിരീകരിച്ച ശേഷം മാത്രമായിരിക്കും ഔദ്യോഗികമായ ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ലഭിക്കുക. എന്തായാലും ഈ ഭീകരവാദ പ്രവർത്തനവുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് കണക്കാക്കിയുള്ള ദിശയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നിലവിൽ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും UAPA ചട്ടം അനുസരിച്ചാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്വേഷണത്തിൽ എല്ലാം തന്നെ സ്ഫോടക വസ്തു നിയമത്തിന്റെ 3, 4 വകുപ്പുകൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിശയിൽ തന്നെ സജീവമായി അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതിന് എല്ലാ തരത്തിലുള്ള എല്ലാ ആംഗിളുകളും ഇതിൽ പരിശോധിക്കും എന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ആ ഒരു തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതിൽ നിലവിൽ പോലീസിന് മുന്നിൽ അഴിഞ്ഞിരിക്കുന്ന ചുരുൾ എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നിന്നും ജമ്മു കശ്മീരിൽ നിന്നും അറസ്റ്റിലായ ഈ ജെയ്ഷെ മുഹമ്മദ് ബന്ധമുള്ള ഭീകര ശൃംഖലയുമായി ഈ സ്ഫോടനത്തിന് ബന്ധമുണ്ട് എന്ന വിവരം തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 2 ഡോക്ടർമാരുമായി ബന്ധമുള്ള മറ്റൊരു ഡോക്ടർ ഉമർ മുഹമ്മദ്, ഇയാൾ ആണ് ഈ കാർ ഓടിച്ചിരുന്നത്, അല്ലെങ്കിൽ ഈ കാർ പൊട്ടിത്തെറിക്കുമ്പോൾ അതിനകത്ത് ഇയാൾ ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിലേക്കാണ് ഏജൻസികൾ എത്തിയിരിക്കുന്നത്. ഇയാൾ അവസാന ഘട്ടത്തിൽ ഈ വാഹനം ഓടിച്ചയാൾ മാസ്ക് ധരിച്ച CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ സ്ഫോടനത്തിന് കാരണം കഴിഞ്ഞ ദിവസം ജമ്മു കശ്മീർ പോലീസും ഹരിയാന പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിൽ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 ഡോക്ടർമാർ ഉൾപ്പെടെ. ഇവരിൽ നിന്നും AK-47 തോക്കുകൾ അടക്കമുള്ള ആയുധങ്ങളും 2900 കിലോ സ്ഫോടക വസ്തുക്കളും പിടികൂടിയിരുന്നു. അന്വേഷണം വ്യാപിച്ച് കൂടുതൽ ഇടങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഡൽഹിയിൽ വളരെ പെട്ടെന്ന് ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. ഡൽഹിയെ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. അത് ഇത്തരത്തിൽ എല്ലാ കൂട്ടാളികളും പിടിയിലായി ഒരു ഭീകരാക്രമണ പദ്ധതി നടപ്പാക്കാൻ ഗൂഢാലോചന നടത്തുന്നതിനിടെ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് അതിവേഗം മറ്റ് 2 കൂട്ടാളികളെ കൂടി ഉപയോഗിച്ച് ഈ ഉമർ മുഹമ്മദ് നടപ്പാക്കിയ ഒരു ആക്രമണ പദ്ധതിയായിരുന്നു ഇന്നലെ ചെങ്കോട്ടയിൽ നടന്ന ഈ സ്ഫോടനം എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതിനാവശ്യമായ തെളിവുകളാണ്, പ്രാഥമിക തെളിവുകളാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നതും. ഈ കാറിന്റെ ഉടമകളെ, ഇതുവരെ അത് കൈവശം വെച്ച ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരെയും കണ്ടെത്താനും അവരെ ചോദ്യം ചെയ്യാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.